രണ്ട് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വൻ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം തെളിവ് സഹിതം ഇന്ത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷൻ കൈമാറിയിട്ടും അതിന്റെ പേരിൽ യാതൊരു നടപടിയും എടുക്കാത്തതുകൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇതിനകത്ത് സുപ്രീം കോടതി അടിയന്തരപരമായ ഒരു നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആഹ്വാനം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് തീയതികൾ വെവ്വേറെയാക്കിയതും വർഷങ്ങളായി തുടർന്നു വരുന്ന രീതികളെ മാറ്റിമറിച്ചതും എല്ലാം BJPയുടെ സൗകര്യാർത്ഥമായിരുന്നുവെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. നവംബർ 20-ാം തീയതി ഒറ്റഘട്ടത്തിൽ 288 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? പ്രശ്നസങ്കീർണ മേഖലകൾ നിരവധിയായിട്ടുള്ള മഹാരാഷ്ട്രയിൽ കുറഞ്ഞത് 3 ഘട്ടമായെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്ന മഹാരാഷ്ട്രയിലാണ് 288 സീറ്റിലും ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. BJPക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനുമൊക്കെയാണെന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല അധിക വോട്ടിംഗ് 7.8%. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് പരാതി നൽകിയിട്ട് ഇതുവരെ ഒരു ഉത്തരവുണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബില്ല് അവതരിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തന്നെ കുളം തോണ്ടാൻ BJP തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിനായി അവർ ഏതറ്റം വരെയും പോകും. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ചരിത്രമാണ് BJPക്കുള്ളത്. നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കും അടിയന്തരാവസ്ഥയെ മറക്കാൻ കഴിയില്ല. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത നാഴിക എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അടിയന്തരാവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം. ഇത് ആരും മിണ്ടാത്തത് എന്ത് എന്ന് മല്ലികാർജുൻ ഖാർഗെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന വെല്ലുവിളി നടത്തിയെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയില്ല. പൊതു തെരഞ്ഞെടുപ്പിലെ ഈ അസ്വസ്ഥത അവർക്ക് തുടക്കം മുതൽ തന്നെ നിഴലിച്ചു നിന്നു. പല സംസ്ഥാനങ്ങളിലും ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള വൻ നീക്കത്തിലാണ് BJP ഒരുങ്ങി നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അവരുടെ ചിരകാല അഭിലാഷമായിരുന്നു. ഏറ്റവും വലിയ സീറ്റാണ് BJPക്ക് ഇത്തവണ ഒറ്റകക്ഷി എന്ന നിലയിൽ ലഭിച്ചത്. ഇതിൽ കൃത്രിമത്വമുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നന്ദേത്തിലെ റിസൾട്ടുമായി കൂട്ടിമുട്ടിക്കുമ്പോൾ അതിലെ അന്തരം എത്രത്തോളമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചീഫ് ജസ്റ്റിസ് നടപടിയെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുന്നത്. നേരത്തെ DY ചന്ദ്രചൂഡ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ്. തീർച്ചയായും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഭിഷേക് മനു സിൻവി പറഞ്ഞിരിക്കുന്നത്.